പ്രജിൻ, നമ്മളിങ്ങനെ ഈ വിധിക്കായി കാത്തു നിന്ന സമയത്താണ് അപ്രത്യക്ഷമായ സഹോദരന്റെ മൊബൈലിൽ ഇങ്ങനെ ഒരു വാർത്ത കിട്ടി. അതായത് ജാമ്യം കിട്ടി എന്നുള്ളത് റോജിയും ജോൺ MLA-യുടെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും മൊബൈലിൽ ഇങ്ങനെ കിട്ടുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ക്യാമറയിൽ ആ രംഗങ്ങൾ നമുക്ക് പതിയുണ്ട്. അതായത് വൈകാരികമായിട്ടായിരുന്നു, കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ജാമ്യം കിട്ടി എന്നുള്ളൊരു വാർത്ത അവർ അത് കേട്ടത്. അങ്ങനെയായിരുന്നു, അത്രയും വൈകാരികമായ ഒരു രംഗമായിരുന്നു ഈ സംഭവം കേൾക്കാനായിട്ട്. അതായത് ഈ ജയിലിന്റെ മുന്നിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. BJP-യിൽ നിന്ന് അനൂപ് ആന്റണി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഷോൺ ജോർജ് ഉണ്ടായിരുന്നു, LDF-ന്റെ MP-മാർ ഉണ്ടായിരുന്നു, ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും സന്തോഷ് കുമാർ അടക്കമുണ്ടായിരുന്നു, UDF-ന്റെ MP-മാർ MLA-മാരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ വൈകാരികമായിട്ടായിരുന്നു ആ വിധിയെ ഏറ്റെടുത്തത്. കാരണം 9 ദിവസമായി ഇവർ ഈ സെൻട്രൽ ജയിലിൽ, ദുർഗ് സെൻട്രൽ ജയിലിൽ കാത്തിരിക്കുകയായിരുന്നു. മിക്ക ദിവസവും ഈ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും പ്രീതി മേരിയുടെയും സഹോദരന്മാർ ഇവിടെ എത്തി ഇവരെ കാണാൻ ശ്രമിക്കുമായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ അവർക്ക് ഈ കാണാനുള്ള അനുമതി കിട്ടാറില്ല. അപ്പോൾ ആ വേദനയോടെ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ സന്തോഷത്തോടെ, അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം നമ്മൾ കണ്ടത് ഇന്നാണ്. കാരണം ഇത്രയും ദിവസം അവരുടെ മുഖത്ത് ആ ഒരു മ്ലാനത, അവരുടെ ഒരു വേദനയൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇന്ന് സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ ആയിരുന്നു ഇവിടെ വന്നത്. അത് പിന്നീട് വൈകാരികമായി സന്തോഷത്തിന്റെ കണ്ണീരായി നമുക്ക് കാണാനായി സാധിച്ചു. എന്തായാലും 9 ദിവസമായി ഈ കന്യാസ്ത്രീമാർ ഇവിടെ വേദന നിന്ന് കഴിയുകയായിരുന്നു. കഷ്ടം തന്നെയായിരുന്നു ഇവരുടെ അവസ്ഥ. പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. പ്രായമായവരാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നിലത്ത് കിടക്കുമ്പോൾ അതിൻ്റെതായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. പല നേതാക്കളും ഇവിടെ വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അവർക്കൊരു കട്ടിൽ പോലും കിടക്കാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത്. പക്ഷേ എന്തു തന്നെയായാലും ഈ 9ാം ദിവസത്തിന് ശേഷം അവർക്ക് ജാമ്യം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ചിലർ ഈ ജാമ്യം കിട്ടിയതിന് പിന്നാലെ തന്നെ ചില ഈ രാഷ്ട്രീയ നാടകങ്ങൾ, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ളതിനെ ചൊല്ലി ഒരു തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ആദ്യം മുതലേ ഉണ്ട്, BJP-യുടെ നേതാക്കളുണ്ട്, LDF-ന്റെ നേതാക്കളുമുണ്ട്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇതിൽ ആരാണ് ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഓരോ മുന്നണികളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചു തുടങ്ങി. കോൺഗ്രസ് പറയുന്നത് അവർ തുടക്കം മുതലേ കൂടെ ഉണ്ടായിരുന്നു. ശരിയാണ്, കോൺഗ്രസിന്റെ MLA-മാർ കൂടെ ഉണ്ടായിരുന്നു. നിയമസഹായം അടക്കം ചെയ്തത് അവരാണ്. BJP-യുടെ പ്രതിനിധികളും ഇവിടെ ഉണ്ടായിരുന്നു. അവരും പലതരത്തിൽ അവരാൽ കഴിയുന്ന നിയമസഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. LDF-ന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. അവരാൽ കഴിയുന്ന പാർലമെന്റിലടക്കം പ്രതിഷേധമടക്കം നടത്തിയതും എല്ലാ MP-മാർ ചേർന്നൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് സമ്മതിക്കാം, നമ്മൾ കാണുകയും ചെയ്യുന്നു. ഈ ക്രെഡിറ്റ് എന്തായാലും ആര് ഏറ്റെടുത്താലും ഈ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബജ്രംഗദൾ പ്രവർത്തകർ, അവർക്കെതിരെ ഈ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അവർ നാരായൺപൂരിലെ പോലീസ് സ്റ്റേഷനിൽ എത്തി അവർ പരാതി നൽകി. ഈ മൂന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റത്തിലാണ് ഈ 2 കന്യാസ്ത്രീമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. കൂടാതെ നിർബന്ധിത മതപരിവർത്തനം എന്ന ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡിൽ മുമ്പ് പലതരത്തിലുള്ള കേസുകൾ, ഇത് മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസുകൾ ഒരുപാട് പേർക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഛത്തീസ്ഗഡിൽ ഈ 2 കന്യാസ്ത്രീകൾക്കെതിരെയുള്ളത്. അന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനാ ലംഘനം തന്നെയായിരുന്നു. കാരണം ഈ കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയും പോലീസ് സ്റ്റേഷനിൽ അകത്ത് വെച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസ് നോക്കി നിൽക്കെ ആൾക്കൂട്ടമായ ബജ്രംഗദൾ പ്രവർത്തകർ അവരുടെ ബാഗ് പരിശോധിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു. പോലീസിനെ പോലും നിർബന്ധിച്ച് ഈ 2 വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പോലീസിനെ കൊണ്ട് ഈ വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിലാക്കുന്നു. പിന്നീട് കോടതിക്ക് മുന്നിൽ നമ്മൾ കണ്ടത് അങ്ങനെ തന്നെയാണ്. കാരണം പോലീസിന്റെ അനൗൺസ്മെന്റ് മൈക്ക് പിടിച്ചു വാങ്ങി അവർ അവരുടെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു. ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസിൽ ജയിലിനുള്ളിൽ കിടന്നിട്ടുള്ള ഒരുപാട് വൈദികരുണ്ട്, പാസ്റ്ററുണ്ട്, ക്രൈസ്തവ വിശ്വാസികളുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷം നൽകുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് കൂടിയാണ്. കാരണം അവരുടെ പോരാട്ടത്തിനുള്ള ഒരു നല്ല ശുഭപ്രതീക്ഷ കൂടിയാണ് ഇന്നത്തെ കോടതി വിധി.